താങ്കൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമോ? ശബരിമലയിലെ ആ പൂജാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത് അറിയാവുന്ന ആളുകൂടിയാണല്ലോ താങ്കൾ. അതുകൊണ്ടാണ് ചോദ്യം. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? കാരണം ഇദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് അങ്ങേയറ്റം ദുരൂഹമായിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ കള്ളം പറഞ്ഞതെന്നാണ് ചോദ്യം. എപ്പോഴും പരിചയപ്പെട്ടെന്ന് തോന്നുന്നു, അങ്ങനെ വ്യക്തമായ ഓർമ്മയില്ല. പക്ഷേ എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ദേവസ്വം ബോർഡ് കൂടുതൽ ഉത്തരവാദിത്തം, കാര്യം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദേവസ്വം ബോർഡിനാണ് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ദേവസ്വം ബോർഡ് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഹൈക്കോടതി പോലും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ നമുക്കെല്ലാം വേദന തോന്നുന്നത് മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞതാണോ എന്ന സംശയത്തിലേക്ക് ആൾക്കാർ എത്തിയിരിക്കുകയാണ്. കാരണം എന്തിനു വേണ്ടിയാണ് ഇത് മറച്ചു വെച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ആൾക്കാർക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു എന്ന് പറയുന്നു. അത് ഈ മാസം 25-നാണ് കൊണ്ടുവച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായ അന്വേഷണം വേണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിരിക്കുന്ന കേസാണ്. ഒറ്റ കാര്യം മാത്രമേ എല്ലാവരും ആലോചിക്കണം. ശബരിമലയാകട്ടെ, അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, അവിടേക്ക് നമ്മൾ രാഷ്ട്രീയം കൊണ്ടുവരുന്നത്, അത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP രാഷ്ട്രീയം കൊണ്ടുവരുന്നത്. കാര്യം അത് ആരാധനാ കേന്ദ്രമാണ്, ആത്മീയതയുടെ കേന്ദ്രമാണ്, വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. ഈ രാഷ്ട്രീയ വടംവലിയിൽ അമ്പലത്തെയും പള്ളിയും ഒന്നും പിടിച്ചിടരുത്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഈ നീക്കം ആൾക്കാർ മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ അടക്കമുള്ളവരാരും ദേവസ്വം ബോർഡിനെ ഒന്ന് കുറ്റം പറയാൻ തുനിഞ്ഞില്ല. അന്നും ഇന്നും പറയുന്നത് ദേവസ്വം ബോർഡ് കൂടുതൽ ഉത്തരവാദിത്തം വേണം. കാര്യം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദേവസ്വം ബോർഡ് ആണല്ലോ റെസ്പോൺസിബിൾ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് എങ്ങനെ നോക്കുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് കുറെ കൂടെ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യണം. ഓർക്കണം, ഇത് സ്വർണം മാത്രമല്ല. സ്വർണം ഇതെന്താ, ഹെറിറ്റേജ് വാല്യൂ ഉണ്ട്, സ്പിരിച്വൽ വാല്യൂ ഉണ്ട്, കൾച്ചറൽ വാല്യൂ ഉണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നതെന്നുള്ള വേദനാജനകമായ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. യെസ്, വളരെ നന്ദി രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. BV അരുൺ കൂടി തുടരുന്നുണ്ട്. അരുൺ, നിയമസഭയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം, ഇത് പ്രതിപക്ഷം തുടർച്ചയായി കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസുകളിൽ ഒന്നും ആയിരുന്നു ഇത്. ബാക്കിയെല്ലാം പരിഗണിച്ച സർക്കാർ, പക്ഷേ ഇത് പരിഗണിച്ചില്ല. അന്ന് ഹൈക്കോടതിയിൽ പരിഗണനയിൽ എന്ന ന്യായമാണ് സർക്കാർ പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി തീരുമാനം പറയാൻ പോവുകയാണ്. ഇതിൽ ഇതുവരെയും ഒരു അവ്യക്തത മാറിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കത്തിന് പിന്നിൽ എന്താ എന്നതാണ് ഇപ്പോഴും നിൽക്കുന്ന സംശയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം നമ്മൾ ചോദിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഇപ്പോൾ പ്രതികരണത്തിലില്ല എന്ന നിലപാടെടുത്തു കഴിഞ്ഞു. സർക്കാരിൻ്റെ നീക്കം എന്താണ്? ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നത് ഒരുപക്ഷെ നിയമസഭയിൽ തന്നെ ഉണ്ടാകുമെന്ന് കരുതണോ? ഈ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ ഒരു കൃത്യമായ നിലപാട് സഭയിൽ പറയാൻ സാധ്യതയില്ല. കാരണം അതിനുള്ള സാഹചര്യം സഭയിൽ ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. ഏതായാലും നാളെ ഹൈക്കോടതിയിൽ വിഷയം, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹൈക്കോടതി തന്നെ ഒരു സമഗ്ര അന്വേഷണത്തിനുള്ള നീക്കം നടത്തുന്നു എന്നാണ്. വിരമിച്ച ഒരു ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ കോടതി നിരീക്ഷണത്തിൽ അന്വേഷണമാകും. സർക്കാരിന് ഒരുപക്ഷെ കൂടുതൽ ഗുണം ചെയ്യുക അത് തന്നെയാകും. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നീക്കമായി സർക്കാർ ഇതിനെ കാണില്ല. ഗൂഢാലോചന സംശയിക്കുമ്പോഴും ഇതിൽ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാർ ഭാഗം വരുത്തിയിട്ടുമില്ല. പക്ഷേ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെ സർക്കാർ വിശ്വസിക്കുന്നു. കോടതി അന്വേഷണത്തിലൂടെ അത് പുറത്തു വരട്ടെ എന്നാകും സർക്കാർ നിലപാട്. ഈ സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിന്റെ രേഖകളിലുള്ള പ്രധാന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പക്ഷേ ഇയാൾ ഒറ്റയ്ക്കല്ല, മറ്റു ചിലരിൽ നിന്ന് കൂടി പണം പിരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു സ്വർണം പൂശൽ നടത്തിയതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അത് ആരൊക്കെ എന്ന കാര്യത്തിൽ കൂടി അന്വേഷണം ഉണ്ടാകും. ഇതിന്റെ മറവിൽ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് കൂടുതൽ നടന്നിട്ടുണ്ടോ, ഈ സ്വർണം പൂശാൻ കൊണ്ടുപോയ സാധനങ്ങൾ തന്നെയാണോ തിരികെ എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും വലിയൊരു രാഷ്ട്രീയവാദമായി മാറിയ വിഷയത്തിൽ സർക്കാരിന് ഇപ്പോൾ ആശ്വസിക്കാവുന്ന വകയുണ്ട്. പക്ഷെ അപ്പോഴും ഈ സ്വർണ്ണ പീഠങ്ങൾ അവിടെ നൽകിയെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ അത് ഇല്ല എന്ന മറുപടിയുടെ മാത്രം ദേവസ്വം ബോർഡിന് പിടിച്ചെടുക്കാൻ കഴിയുമോ? അതിനപ്പുറത്തേക്ക് അത് സ്ഥാപിക്കാനുള്ള തെളിവുകൾ ഉണ്ടാകുമോ? ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് അവിടെ എന്ത് സാധനം വന്നാലും, എന്ത് ദക്ഷിണയായി വന്നാലും, എന്തവിടെ സമർപ്പണമായി വന്നാലും അതൊക്കെ കൃത്യമായി മഹസർ രേഖപ്പെടുത്തി മാത്രമേ സ്വീകരിക്കാറുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ അത്ര ഒരു സംഭവമേ ഇല്ല നിലപാട് ഇപ്പോൾ എടുക്കുന്നത്. ഏതായാലും അന്വേഷണങ്ങൾ വളരെ പ്രധാന. യെസ്, അരുണിലേക്ക് വരാം. എന്തായാലും അതിസുപ്രധാനമായ ഒരു കാര്യം കൂടി കോടതിയിൽ നിന്ന് വരുന്നു. സമഗ്ര അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു. വിശദ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. ദേവസ്വം ബോർഡ് രജിസ്റ്ററുകളിൽ കൃത്യതയില്ലെന്ന് കൂടി ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വിരമിച്ച ജില്ലാ ജഡ്ജിയെ അന്വേഷണത്തിനായി നിയോഗിച്ചുവെന്ന് സുപ്രധാനമായ വിവരം കൂടി പുറത്തുവരികയാണ്. രേഖകൾ പരിശോധിച്ച് സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുക്കണം, തിരുവാഭരണം രജിസ്റ്ററും പരിശോധിക്കണമെന്ന് കോടതി ഉത്തരവിടുന്നു. എത്ര അളവിൽ സ്വർണ്ണമുണ്ടെങ്കിലും അതിന്റെ മൂല്യം കണക്കാക്കണം. 1999 മുതലുള്ള വിവരങ്ങളിൽ
അവ്യക്തതയുണ്ട് എന്ന നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. രേഖകളുടെയും സ്വത്തിൻ്റെയും രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുന്നു. ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കാൻ ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സുതാര്യതയാണ് കോടതി ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ നീക്കം കോടതിയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ നീക്കം. വിരമിച്ച ജില്ലാ ജഡ്ജിയെ പ്രത്യേക അന്വേഷണത്തിനായി കോടതി നിയോഗിച്ചു. ആരായിരിക്കും ആ ജില്ലാ ജഡ്ജി എന്നതിൽ വിശദാംശം അല്പസമയത്തിനുള്ളിൽ തന്നെ വരുമെന്ന് കരുതാം. എന്തായാലും ഈ ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായ സംഭവത്തിൽ സ്വമേധയാ കോടതി എടുത്ത കേസിലാണിപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം കിടക്കുന്നത്. ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ദേവസ്വം വിജിലൻസ് ഈ സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ സ്വർണ്ണപീഠം കണ്ടെടുത്തത്. ഇതോടുകൂടി ഇതിൽ വലിയ ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെ ഈ സ്വർണ്ണപീഠം ഉണ്ടായിട്ടും എന്തിനു നുണ പറഞ്ഞു എന്ന ചോദ്യമാണ്. ആർക്കു വേണ്ടി, എന്താണ് അതിന് പിന്നിൽ എന്നതാണ് വ്യക്തത വരുത്തേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. പക്ഷേ അയാൾ അതിൽ തയ്യാറായിട്ടില്ല. ഇപ്പോൾ കോടതി പരിഗണിക്കുന്നു എന്ന നിലപാടാണ് ഇദ്ദേഹം ഇതിൽ സ്വീകരിച്ചത്. എന്തായാലും വിരമിച്ച ജഡ്ജി അന്വേഷിക്കാനുള്ള സുപ്രധാനമായ തീരുമാനമാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അന്വേഷണത്തിന് രഹസ്യ സ്വഭാവം ഉണ്ടാവണമെന്ന് കൂടി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി കോടതിയുടെ നിരീക്ഷണങ്ങൾ പ്രേക്ഷകരിലേക്ക്. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി രംഗത്ത് വരുന്നു. ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററുകളിൽ കൃത്യതയില്ല എന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ടാകുന്നു. വിരമിച്ച ജില്ലാ ജഡ്ജിയെ അന്വേഷണത്തിനായി നിയോഗിക്കുന്നു. രേഖകൾ പരിശോധിച്ച് സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുക്കണമെന്ന് കോടതി ആവശ്യപ്പെടുന്നു. തിരുവാഭരണം രജിസ്റ്ററും പരിശോധിക്കണം. എത്ര അളവിൽ സ്വർണ്ണമുണ്ടെന്നും അതിൻ്റെ മൂല്യവും കണക്കാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. 1999 മുതലുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിരവധി സ്വർണ്ണമുണ്ട്. വിവിധ കാലങ്ങളിലായി ശേഖരിക്കപ്പെട്ട സ്വർണ്ണമാണ്. ഇതിൻ്റെ എല്ലാം കൃത്യമായ കണക്കാണ് കോടതി ആവശ്യപ്പെടുന്നത്. ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം തുടരണം. രേഖകളുടെയും സ്വത്തിൻ്റെയും രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി പറയുന്നു. ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ അവിടെ സ്ഥാപിക്കാനുള്ള ഹൈക്കോടതി അനുമതി കൂടി നൽകിയിട്ടുണ്ട് എന്നതാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഏറെക്കുറെ ആശ്വാസകരമാണ് കോടതിയുടെ നിരീക്ഷണം. പക്ഷേ രേഖകളിൽ അവ്യക്തതയുണ്ട് എന്ന കാര്യം കൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. 1999 മുതലുള്ള സ്വർണത്തിൻ്റെ അളവിൽ കൃത്യതയുണ്ട്. ആ രജിസ്റ്ററിൽ ചില കൃത്യതയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതിൽ സമഗ്ര അന്വേഷണമാണ് കോടതി ആവശ്യപ്പെടുന്നത്. എന്തായാലും സ്വമേധയാ ഹൈക്കോടതി എടുത്ത കേസിലാണിപ്പോൾ ഈ അന്വേഷണം ഉണ്ടാവുന്നത് എന്നതാണ് പ്രത്യേകത.